ഹായ് മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ഇനി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ ആ സംസ്ഥാനം ആരാണ് ഭരിക്കുക, അതുപോലെ തന്നെ അദ്ദേഹം ജയിലിലായിരിക്കുകയാണെങ്കിൽ ജയിലിൽ നിന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് സംസ്ഥാനം ഭരിക്കാൻ പറ്റുമോ, അതാണ് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ എന്തൊക്കെ പറയുന്നു, ലീഗൽ എക്സ്പേർട്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മൾ എന്തുകൊണ്ട് ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യുന്നു, നിങ്ങൾക്കറിയാം നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യുകയും കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 6 ദിവസത്തേക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട് റിമാൻഡിൽ ജയിലിലേക്ക് എന്ത് ചെയ്യാണ് കോടതി വിധിച്ചിരിക്കുകയാണ്. അപ്പൊ 6 ദിവസം കഴിഞ്ഞ് മാർച്ച് 28-നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇനി ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. അതുവരെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും ഒരിക്കലും അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട്, കസേര ഓഫീസിലല്ല ജയിലിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹി ഭരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ UPSC മറ്റുള്ള കേസ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആവശ്യമുള്ള ടോപ്പിക്കും കൂടിയാണ്. പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ഭരണഘടനാ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. UPSC കേസൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ടെലിഗ്രാം ചാനൽ ഉണ്ട്, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം കേസ് വരാൻ കാരണം അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മദ്യനയ പോളിസി അല്ലെങ്കിൽ മദ്യനയവും ലിക്വർ പോളിസിയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില അഴിമതി ആരോപണങ്ങളാണ് വരുന്നത്. ചില അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മദ്യനയം അവർക്ക് കൊടുത്തു, ആ കമ്പനിക്ക് കൊടുത്തു, അതിൽ നിന്നും അഴിമതി സ്വീകരിച്ച് കറപ്ഷൻ നടന്നിട്ടുണ്ട്, ആ പൈസ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുള്ള ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. EDയുടെ അറസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഒന്നല്ല, പലവട്ടം പല ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ ജനുവരി 31-ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ന്യൂസ് കണ്ടതായിരിക്കും. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ഭരിക്കുക, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത്. നമുക്കറിയാം ED അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സ്ഥാനത്ത് രാജിവെച്ചിട്ടില്ല, അദ്ദേഹം നിന്ന് ഭരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടന അദ്ദേഹം രാജിവെച്ചിട്ടില്ല മനസ്സിലാക്കണം, രാജിവെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടന പറയുന്ന കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ പ്രസിഡന്റിനും ഗവർണേഴ്സിനും ഒക്കെ അദ്ദേഹത്തെ ഒഫീഷ്യൽ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അറസ്റ്റിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട് ചുമതല ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അത് ആർട്ടിക്കിൾ 361 പ്രകാരം പ്രസിഡന്റിനും ഗവർണർക്കും അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക ഒരു പരിരക്ഷ കിട്ടുന്നുണ്ട്. അഥവാ അവരെ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 361 പ്രകാരമാണ് പറയുന്നത്, അവർ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പ്രസിഡന്റിനെയോ ഗവർണറെയോ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ സിവിൽ കേസിലും ക്രിമിനൽ കേസിലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഒഫീഷ്യലായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരെന്തല്ല ഉത്തരവാദിയുമല്ല. അപ്പൊ ഈ പരിരക്ഷ ആർക്ക് കിട്ടുന്നില്ല, പ്രൈം മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ആദ്യ ചരിത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുമ്പ് ജയലളിത, അതുപോലെ തന്നെ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത ചരിത്രം ഓൾറെഡി അവരുടെ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട്. അപ്പം ഈ ഒരു പരിരക്ഷ ആർട്ടിക്കിൾ 361 പ്രകാരമുള്ള പരിരക്ഷ ആർക്ക് കിട്ടുന്നില്ല, മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ സ്ഥാനത്തിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാം. ആ ചെയ്യാന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും. കേസും കാര്യങ്ങളൊക്കെ സത്യമാണോ, എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അത് അന്വേഷണം നടക്കും, അതിന്റെ വിധികളും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ കാര്യം അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, പരിരക്ഷ എന്ത് ചെയ്യുന്നില്ല അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇനി ഒരാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞ് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിക്കൊണ്ട് ഇരിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജയിലിൽ നിന്നുകൊണ്ട് ഭരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഭരണഘടനയിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർക്ക് ഭരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല അതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിന്നുകൊണ്ടും ഭരിക്കാനുള്ള അവസരം ഉണ്ട്, സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഭരിക്കാൻ പറ്റുമോ അഥവാ പ്രാക്ടിക്കലി പറ്റുമോ എന്നുള്ളൊരു സംശയം ലീഗൽ എക്സ്പെർട്ട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്യാബിനറ്റ് വിളിക്കാനോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് വെക്കാനോ മറ്റുള്ള അദ്ദേഹത്തിന്റെ ഓഫീഷ്യൽസുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ജയിലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ് വെക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല, അല്ലെങ്കിൽ അതിന് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നം, പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ജയിലിൽ നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫൈഡ് ആവോ, ഈ ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി RPA
എന്ത് ചെയ്യുന്നുണ്ട്, RPA 1951 പറയുന്നുണ്ട്. അഥവാ ഒരു ഈ ചീഫ് മിനിസ്റ്റർ ആവട്ടെ, മറ്റുള്ള മിനിസ്റ്റേഴ്സ്, MLA, MP-മാരൊക്കെ അവരുടെ ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന അതിൽ ഒരാളെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് എത്തുന്നതിൽ അറസ്റ്റ് എന്നുള്ളത് വരുന്നില്ല. മറിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വിധി വരുന്ന, കൺവിക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ജയിൽവാസം കിട്ടുകയാണെങ്കിൽ ആ വിധിയിലൂടെ ജയിൽവാസം കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സ്ഥാനത്ത് നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ആരും ഡിസ്ക്വാളിഫൈഡ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ സ്ഥാനത്ത് തുടരാം, ചീഫ് മിനിസ്റ്റർ ആയിട്ട് തന്നെ തുടരാം. അതേസമയത്ത് അതിന്റെ പാർട്ടി തീരുമാനത്തിന് എന്ത് ചെയ്യാം, ചീഫ് മിനിസ്റ്റർ സ്ഥാനത്ത് രാജിവെക്കുകയൊക്കെ ചെയ്യാം. അതിപ്പോ നമ്മൾ ഹേമന്തിന്റെ കാര്യത്തിൽ, ചീഫ് മിനിസ്റ്റർ ജാർഖണ്ഡിന്റെ കാര്യത്തിൽ കാരണം അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രാജിവെച്ച് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ആവശ്യമില്ല, ആ സ്ഥാനത്ത് തുടരാൻ പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനലി അദ്ദേഹത്തിന് എന്തില്ല, പ്രത്യേകിച്ച് ഭരണം നടത്തുന്നതിലും ബുദ്ധിമുട്ടില്ല. പക്ഷെ പ്രാക്ടിക്കലി ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് ലീഗൽ എക്സ്പേർട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആർട്ടിക്കിൾ 361 പ്രകാരം ലീഗൽ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിഡന്റിനും ഗവർണർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ആ ലീഗൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ ചീഫ് മിനിസ്റ്റർക്കും പ്രൈം മിനിസ്റ്ററും കിട്ടുന്നില്ല. അവരെന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 പ്രകാരം പറയുന്ന ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള, അല്ല മറ്റുള്ള സിറ്റിസൺസിന് എങ്ങനെയാണോ അതേ ഈക്വാലിറ്റിയാണ്, എല്ലാവരും എന്താണ് തുല്യരാണെന്നുള്ള ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് അവർക്കും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും. അത് സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ കൂടി എന്ത് ചെയ്യും, ശിക്ഷ കിട്ടും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇനി എന്ത് സംഭവിക്കും, ഇങ്ങനെ അദ്ദേഹത്തിന് ഭരണം ജയിലിൽ നിന്നുകൊണ്ട് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് നിർബന്ധമായിട്ടും രാജിവെക്കേണ്ടി വരുന്ന രണ്ട് സിറ്റുവേഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് സഭയിൽ മെജോറിറ്റി നഷ്ടപ്പെടുക. അപ്പൊ ഒരു മെജോറിറ്റി ഉള്ള പാർട്ടിയാണല്ലോ ഭരിക്കുക, മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ലീഡറാണ് ചീഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ആയിട്ട് വരിക. ആ മെജോറിറ്റി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാജിവെക്കേണ്ടി വരും. രണ്ടാമതായിട്ട് സഭയിൽ പ്രതിപക്ഷം എന്ത് ചെയ്യാണ്, ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരികയും ആ നോ കോൺഫിഡൻസ് മോഷൻ എന്ത് ചെയ്യാണ്, അത് പാസ്സാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇവർ റിസൈൻ ചെയ്യേണ്ടി വരും. ഈ രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ഒരു മുഖ്യമന്ത്രി റിസൈൻ ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് ഒരു ശിക്ഷ ആരോപിക്കപ്പെട്ടില്ലെങ്കിൽ, കുറ്റം ആരോപിക്കപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ഒരിക്കലും റിസൈൻ ചെയ്യേണ്ടി, രാജിവെക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമില്ല എന്നുള്ളതാണ്. അപ്പൊ ലീഗൽ എക്സ്പേർട്ട് പറയുന്ന കാര്യം എന്താ, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റുമോ? ലീഗൽ എക്സ്പേർട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭരിക്കുന്നതിനോട് തടസ്സമില്ല. ഭരിക്കാൻ ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഭരിക്കാൻ പറ്റില്ല എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, എവിടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ജയിലിൽ നിന്നുകൊണ്ട് മീറ്റിങ്ങുകൾ വിളിക്കുക, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടുക, ക്യാബിനറ്റ് മീറ്റിംഗ് കൂടുക, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ജയിലിൽ നിന്നുകൊണ്ട് ഭരിക്കുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു വരുന്ന തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ലഫ്റ്റനന്റ് ഗവർണർ, അവിടുത്തെ നമ്മൾ കേരളത്തിന്റെ കാര്യത്തിലാണ് ഗവർണർ, ആരിഫ് മുഹമ്മദ് അപ്പുറം പ്രശ്നങ്ങളൊക്കെ കാണുന്നതല്ലേ. അതേസമയത്ത് ഡൽഹിയുടെ കാര്യത്തിലാണ് LG ആണ്, ലഫ്റ്റനന്റ് ഗവർണറാണ്. ഈ ലഫ്റ്റനന്റ് ഗവർണർ ചിലപ്പോൾ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഇത് ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് അവിടെ പ്രസിഡന്റ് ഭരണം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഡൽഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ ഒരു കാര്യം കൂടിയാണ് ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്. ആർട്ടിക്കിൾ 239A പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹി ക്യാപിറ്റൽ യൂണിയൻ ടെറിട്ടറി എന്നുള്ള ഒരു പ്രത്യേക അധികാരവും നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് നല്ല അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അത് ലഫ്റ്റനന്റ് ഗവർണർക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ ഭരണം കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രസിഡന്റിലോട്ട് റെക്കമെൻഡ് ചെയ്യാനും അവിടെ പ്രസിഡന്റ് ഭരണം നടപ്പിലാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ലീഗൽ എക്സ്പേർട്ട് മുന്നിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇനി എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഉടനെ തന്നെ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ല നിയമങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുകയും അത് അവിടെ പ്രസിഡന്റ് ഭരണം മുന്നിൽ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അതാണ് നമുക്ക് ഇനിയൊരു വരാനുള്ള ഒരു സാധ്യത. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തേതാണോ, നമ്മൾ ചരിത്രം, ഇന്ത്യയിലെ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റിൽ ആദ്യത്താണോ? ഒരിക്കലല്ല എന്ന് പറയാൻ കാരണം, അപ്പൊ ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ട് പറഞ്ഞു, ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ 2024 എന്ത് ചെയ്തിട്ടുണ്ട്, ജനുവരി 31 ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് തൊട്ട് മുമ്പായി 2014 നമ്മുടെ ജയലളിത തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില കറപ്ഷൻ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, അവർ ഉടനെ തന്നെ റിസൈൻ ചെയ്ത് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പന്നീർശെൽവത്തിന് എന്ത് ചെയ്യാണ്, ഭരണം കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അവരുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥാനത്തിരിക്കുന്ന സമയത്തും ജയിൽ ശിക്ഷ കിട്ടിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജയലളിതയാണ്. അപ്പൊ അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്,
80കളിൽ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് 997 ലാലു പ്രസാദ് യാദവിനെ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പം ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം രാജിവെക്കാതെ ജയിലിൽ നിന്നുകൊണ്ടും ഭരണം നടത്തും, ജനാധിപത്യപരമായിട്ടുള്ള എന്നെ ശക്തിപ്പെടുത്തുകയെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത് അദ്ദേഹം എങ്ങനെ ഭരണം നടത്തും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ലീഗൽ എക്സ്പേർട്ടുകളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവരുടെ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. അത് നിർബന്ധമായിട്ടും വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത് ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ അവിടെ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കാണേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം, നമുക്കറിയാം ഇലക്ഷൻ അടുത്ത് വരുന്നത്, ഇത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു. 2022 മുതലേ ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഇലക്ഷന്റെ അടുത്തോട്ട് വരേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പം ഇതിന് ഉദ്ദേശം രാഷ്ട്രീയപരമാണോ? ഓക്കെ, അങ്ങനെ ഒരു അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. എന്തുകൊണ്ട് ഈ അറസ്റ്റ്, ഇങ്ങനെ ഒരു അറസ്റ്റ് ആവശ്യമായിരുന്നോ? ഇത് നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്നതിനാണോ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിധികളൊക്കെ വരുന്ന സമയത്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിരിക്കുമോ ഇത് കാരണമാവുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസുകളുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.